ഇപ്പോൾ ജയശങ്കറുണ്ട്. ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലും മഴ മാറിയിട്ടും വെള്ളക്കെട്ട് തുടരുകയാണ്. വീടുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ തുടരുന്ന അവസ്ഥയിലാണ്. ജയശങ്കർ ഇപ്പോൾ ആറന്മുളയിലുണ്ട്. ജയശങ്കർ ഇപ്പോൾ നമ്മൾ അബിൻവർക്കിയെ കേട്ടു. അബിൻവർക്കി പറഞ്ഞത് ഒരു ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ ഇപ്പോൾ ആറന്മുളയിലുണ്ട് എന്നുള്ളതാണ്. അവിടെ റാന്നിയിൽ നിന്നിറങ്ങിയ വെള്ളം ആറന്മുള ഭാഗത്തേക്ക് എത്തുന്നത് ഈ സമയത്താണ്. ഇനിയും ഒരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കും ഈ ഒരു അവസ്ഥ എന്നാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടിലാണോ ആറന്മുളയിൽ? ഡോക്ടർ അരുൺ, ഈ മഴ മാറി മാനം തെളിഞ്ഞു, പക്ഷേ ആറന്മുളയിലെ വെള്ളം അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ ആറന്മുള ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഒരു വഴിയിലാണ്. പണ്ടൊക്കെ പത്തനംതിട്ടയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്ത് നടന്ന ഒരു വഴിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മുഴുവൻ വെള്ളമാണ്. കണ്ടാൽ ഒരു നദിയാണെന്ന്, വലിയ മഹാനദിയാണെന്ന് തോന്നുന്ന രീതിയിൽ വലിയ വെള്ളം ഇവിടെയുണ്ട്. ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു. കൃത്യമായി റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഇന്നലെ രാവിലെ മുതൽ തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ക്യാമറ വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓട്ടോറിക്ഷയൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാണാം. കാരണം ആ വണ്ടിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു നിവൃത്തിയില്ലാതെ പെട്ടെന്ന് വെള്ളം ഇരിച്ചു കയറുകയായിരുന്നു. ഈ ആറന്മുളയിൽ ആദ്യം നിറഞ്ഞത് ആറന്മുളയിലെ ഇത്തരത്തിലുള്ള കണ്ടങ്ങളാണ്. ആ കണ്ടങ്ങളിൽ വെള്ളം നിറഞ്ഞു. ആ കണ്ടങ്ങൾ പരമാവധി സംഭരണശേഷി ആയതിനു ശേഷം മാത്രമാണ് വെള്ളം റോഡുകളിലേക്കും ജനവാസ മേഖലയിലേക്കും വന്നത്. അതുതന്നെയാണ് ഒരു പരിധിവരെ ഈ വലിയ പ്രളയം എന്നുള്ള സാധ്യതയെ മറച്ചു വെച്ചു. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണാം. വീടൊക്കെ തന്നെ അതിൻ്റെ മുന്നിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വെള്ളമുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ ഇതിനോടകം സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ വണ്ടിയൊന്നും മാറ്റാനായിട്ടില്ല. നമുക്ക് ആ അങ്ങോട്ടുള്ള ഒരു ഗേറ്റ് ആയിരുന്നു ഇത്. പണ്ടിവിടെ ഇങ്ങനെ പ്രൗഢിയോടെ നിന്നൊരു ഗേറ്റാണ്. ആ ഗേറ്റിന് ഏറെക്കുറെ ജലം വിഴുങ്ങിക്കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. ഇങ്ങനെ പരന്ന് പമ്പാ നദി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇത് പ്രളയജലം പോലെ തന്നെയാണ്. പമ്പ കരകവിഞ്ഞൊഴുകിയാണ് ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായത്. ഇതിന് എന്ത് ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇതിൻ്റെ കുറേയൊക്കെ വെള്ളം അങ്ങ് ചെങ്ങന്നൂർ ഭാഗത്തേക്കും ഒക്കെ തന്നെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ആളുകളൊക്കെ ഇതായി വെള്ളത്തിൽ നടന്നു വരുന്നുണ്ട്. അവിടെയുള്ള അതിഥി തൊഴിലാളികളാണ്, അവർ നടന്നു വരുന്നുണ്ട്. മറ്റ് നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളെ വീട്ടിൽ നിന്ന് നിലവിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വെള്ളം ഇറങ്ങിയിട്ടില്ല. ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം വലിയ തോതിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ ഇന്നലെ ഏകദേശം 11-11:30 സമയം മുതലാണ് റാന്നിയിലെ വെള്ളം ആറന്മുളയിലേക്ക് വന്നു തുടങ്ങി. നമ്മൾ ഇന്നലെ ആറന്മുളയിൽ എത്തിയ 10-10:30 സമയത്തൊക്കെ വലിയ ഒരു വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് കൂളായി റോഡിലൊക്കെ നടക്കാൻ പറ്റുന്നൊരു സാഹചര്യം, ഇല്ലെങ്കിൽ പലയിടത്തും വെള്ളം കയറാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇവിടെ പലയിടങ്ങളും മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിന് മുമ്പ് തന്നെ കൃത്യമായി രക്ഷാപ്രവർത്തനം നടന്നു. ആളുകളെ കൃത്യമായി ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചു. കാരണം ആളുകൾ വലിയ വിയോജിപ്പോ ഇല്ലെങ്കിൽ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. കാരണം മുമ്പൊരു മഹാപ്രളയത്തെ കണ്ട നാടാണ്, മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവർക്കറിയാം ഇത് നമുക്ക് വേണ്ടിയുള്ള കാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായി ക്യാമ്പിലേക്ക് പോയി. ഇപ്പോഴെന്തായാലും ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഇനി പഴയ നിലയിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. ഇതെല്ലാം വൃത്തിയാക്കി എടുക്കലാണ് ജയശങ്കർ ബുദ്ധിമുട്ട്. ഇത് റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ ഏറെക്കുറെ ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. അത് റാന്നിയിലും ഇപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. പത്തനംതിട്ടയിലും ആറന്മുളയിലും അങ്ങനെ തന്നെയായിരുന്നു. കന്നുകാലികളടക്കമുള്ളവയെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂർ കൂടി ആറന്മുളയിൽ ഇതേ സാഹചര്യം തുടരും. അതിനുശേഷം മാത്രമേ വെള്ളം ഇറങ്ങാൻ സാധ്യതയുള്ളൂ. കാര്യം റാന്നിയിൽ നിന്ന് വന്ന വെള്ളം ഇവിടേക്കാണ് വരിക. ഇനി അതിനുശേഷം അപ്പർ കുട്ടനാടിൻ്റെ ഭാഗത്തും താരതമ്യേന ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയെല്ലാം ആളുകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അത് വലിയ ആശങ്കയില്ല. പക്ഷേ ഇനി ഇതിന് ശേഷമുള്ള പോസ്റ്റ് ഫ്ലഡ് സിറ്റുവേഷനിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇപ്പോഴേ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അതിനിടയിൽ റാന്നിയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്.